ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന, ക്രിസ്തുവിൽ വസിക്കുന്ന, ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്ന നമ്മുടെ ജീവിതത്തിലും ദൈവം വരുത്തുന്ന മാറ്റങ്ങളെ ആത്മാവിൽ കണ്ടാണ് ഈ വചന ശുശ്രൂഷ ഇന്ന് രാവിലെ ഞാൻ നിവർത്തിക്കുന്നത്. അർത്ഥാൽ നമ്മുടെ ജീവിതത്തിലെ വിധികളെ ഗോഡ് ഈസ് ഗോയിങ് ടു ചേഞ്ച് അവർ ഹിസ്റ്ററി ആൻഡ് അവർ ഡെസ്റ്റിനി. ഇഫ് യു ആർ റെഡി ടു ട്രസ്റ്റ് ഇൻ ദ പവർ ഓഫ് ദ ലോർഡ്, if you are ready to walk with Jesus, that will make a radical transformation and a great difference in our spiritual life. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അർത്ഥസമ്പുഷ്ടമായ വ്യതിയാനങ്ങളെയും വ്യത്യാസങ്ങളെയും കൊണ്ടുവരുവാൻ യേശുവിനോട് ഒരുമിച്ചുള്ള യാത്രയ്ക്ക് കഴിയുമെന്ന് ഇന്ന് പകൽ നാം തിരിച്ചറിയണം. നമ്മുടെ തലവര മാറ്റി എഴുതുന്ന ദൈവം, ചരിത്രം തിരുത്തി എഴുതുന്ന കർത്താവ്, സ്തോത്രം. The God who changed our history and our destiny. യേശുവിന്റെ ഐഹിക ജീവിതകാലത്ത് അവിടുത്തെ പാദസ്പർശനമേറ്റ അല്ലെങ്കിൽ യേശു സഞ്ചരിച്ച ധാരാളം സ്ഥലങ്ങളുണ്ട്. യേശുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇഴചേർന്ന് കിടക്കുന്ന ധാരാളം സ്ഥലങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധ തിരുവെഴുത്തിലുണ്ട്. അതിലെ 5 സ്ഥലങ്ങളെ ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. അവയുടെ ഗതിവിഗതികളെ യേശുവിന്റെ സാമീപ്യം, യേശുവിന്റെ ശുശ്രൂഷ, യേശുവിന്റെ പാദസ്പർശനം മാറ്റിമറിച്ചതാണ് നാം ചിന്തിക്കുന്നത്. അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെയും അനുഭവമായി മാറട്ടെ. യേശു എവിടൊക്കെ ചെന്നിട്ടുണ്ടോ അവിടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദേശങ്ങൾക്ക് മാറ്റങ്ങൾ, കുടുംബങ്ങൾക്ക് മാറ്റങ്ങൾ. അതെ, ഒന്നും കൂടെ ആഴത്തിൽ പറയുന്നു, യേശു സഭയിലുണ്ടോ ആ സഭ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പകൽ ഒരു 5 സ്ഥലങ്ങളെ നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ നമുക്ക് അല്ലെങ്കിൽ സാവകാശം ദൈവസന്നിധിയിലേക്കും ദൈവവചനത്തിലേക്കും നമുക്ക് അടുത്തു വരാം. എത്ര പേര് ഇന്ന് രാവിലെ വിശ്വസിക്കുന്നുണ്ട് യേശുവിന്റെ കരസ്പർശനത്താൽ, യേശുവിന്റെ ആദരത്തിൽ നിന്ന് പുറപ്പെടുന്ന ലാവണ്യ വാക്കുകളാൽ, വചനത്തിന്റെ ശക്തിയാൽ എന്റെ ചരിത്രവും തിരുത്തി കുറിക്കപ്പെടും, എന്റെ ഭാവിയും അല്ലെങ്കിൽ എഴുതപ്പെടും, എനിക്കും പ്രത്യേകത ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് 5 സ്ഥലങ്ങളിലേക്ക് വേഗം നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകാം. The 5 places where experience the presence of the Lord a great difference. യേശുവിന്റെ സാമീപ്യം അനുഭവിച്ച് വ്യത്യാസങ്ങൾ അനുഭവിച്ച 5 സ്ഥലങ്ങളെ കുറിച്ച് നമുക്ക് ഇന്ന് രാവിലെ ചിന്തിക്കാം. ഒന്ന് ബേത്ലഹേമാണ്. നാം അറിയുന്നത് പോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, മാത്യു ചാപ്റ്റർ 2 വേഴ്സ് 1. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. ഒന്ന് ബേത്ലഹേമാണ് യേശു ജനിച്ച സ്ഥലം, ദ ബർത്ത് പ്ലേസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ ജന്മസ്ഥലമായ ബേത്ലഹേം. ഹല്ലേലൂയ. ബേത്ലഹേമിന്റെ ചരിത്രം എങ്ങനെയാണ് യേശു തിരുത്തി കുറിച്ചത് എന്ന് നമുക്ക് ഇന്ന് രാവിലെ ചിന്തിക്കാം. വിസ്തൃതമായിരുന്ന യഹൂദാദേശത്തിൽ ധാരാളം കൊച്ചു കൊച്ചു പട്ടണങ്ങളും ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. അതിലെ ഒരു കൊച്ചു പട്ടണമായിരുന്നു ബേത്ലഹേം എന്നറിയപ്പെടുന്നത്. വിശുദ്ധ തിരുവെഴുത്തിൽ ദാവീദിന്റെ പട്ടണം എന്നറിയപ്പെടുന്നുണ്ട്. ദാവീദിന്റെ പിതാവായ ഇശായിയുടെ പട്ടണമായ ബേത്ലഹേമിൽ അവിടെ വെച്ചാണ് ദാവീദിനെ രാജാവായി ദൈവം അഭിഷേകം ചെയ്യുന്നതുമൊക്കെ നാം വായിക്കുന്നുണ്ട്. യഹൂദയിലെ കൊച്ചു ഗ്രാമമായിരുന്ന, കൊച്ചു പട്ടണമായിരുന്ന ഈ ബേത്ലഹേം. ബേത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം ഹൗസ് ഓഫ് ബ്രെഡ്, അപ്പത്തിന്റെ ഭവനം എന്നാണ്. പക്ഷെ ഒരിക്കൽ ഇത് മരണത്തിന്റെ സ്ഥലമായിരുന്നു, ഒരിക്കൽ ഇത് വിലാപത്തിന്റെയും നിന്ദയുടെയും സ്ഥലമായിരുന്നു, ഒരിക്കൽ ഇത് കണ്ണുനീരന്റെ സ്ഥലമായിരുന്നു. അതിന്റെ 2 ചരിത്രം നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. ജെനസിസ് 35 വേഴ്സ് 19. യാക്കോബിന്റെ ഭാര്യയായിരുന്ന റാഹേൽ മരിച്ച് അവളെ അടക്കം ചെയ്ത സ്ഥലമാണ് ബേത്ലഹേമിനരികെയുള്ള എഫ്രാത്ത് എന്ന് പറയുന്ന സ്ഥലം. സ്തോത്രമല്ലിയ. യാക്കോബിന്റെ ഗോത്രപിതാവായ യാക്കോബിന്റെ 12 മക്കളിൽ ഇളയവനായിരുന്ന ബെന്യാമിൻ, ആ ബെന്യാമിന്റെ ജനനത്തോടു കൂടെയാണ് തന്റെ ഭാര്യയായിരുന്ന യാക്കോബിന്റെ ഭാര്യയായിരുന്ന റാഹേലിന്റെ മരണം സംഭവിച്ചത്. പദ്ദനാരാമിൽ നിന്ന് അല്ലെങ്കിൽ ലാബാന്റെ വീട്ടിൽ നിന്ന് സ്വന്തം നാടായ കനാനിലേക്കുള്ള യാത്രയുടെ വഴിവക്കിൽ വെച്ചാണ് റാഹേലിന് ഈ മരണം സംഭവിച്ചത്. അല്ലെങ്കിൽ യാക്കോബിന്റെ കുടുംബത്തിൽ മറക്കാനാവാത്ത ഈ വലിയ ദുരന്തം സംഭവിച്ചത്. സ്തോത്രം. കനാൻ യാത്ര പൂർത്തിയാക്കാത്ത റാഹേൽ അന്നും ഇന്നും നമുക്കൊരു പാഠമായിരിക്കണം. ഇറങ്ങി പുറപ്പെട്ടെങ്കിലും, അരാമിൽ നിന്ന് പുറപ്പെട്ടെങ്കിലും, അല്ലെങ്കിൽ സ്വപ്നദേശമായ അല്ലെങ്കിൽ ആഗ്രഹദേശമായ ആശിച്ച തുറമുഖമായ കനാന്റെ വക്കോളം എത്തിയിട്ട് അതിനു മുമ്പ് വെച്ച് പട്ടുപോയ അല്ലെങ്കിൽ റാഹേൽ നമ്മുടെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ ഒരു ഭയത്തിന്റെ ചിഹ്നമായി മാറി നിൽക്കണം. എന്താ റാഹേൽ മരിക്കാൻ കാരണം? സ്തോത്രം. ഹല്ലേലൂയ. ലാബാന്റെ വീട്ടിൽ നിന്ന് യാക്കോബ് ദൈവാലോചന പ്രകാരം ഇറങ്ങി പുറപ്പെടുമ്പോൾ
റാഹേൽ ലാബാന്റെ ഗ്രഹബിംബങ്ങളെ കൂടെ മോഷ്ടിച്ച് തന്റെ പൊക്കണത്തിൽ അത് സൂക്ഷിച്ചു. ഒരുപക്ഷേ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ മക്കളോട് പറഞ്ഞു മനസ്സിലാക്കാനായിരിക്കാം റാഹേൽ അങ്ങനെ ചെയ്തത്. കുഞ്ഞുങ്ങളെ, നമ്മുടെ അനുഗ്രഹത്തിന്റെ ഒക്കെ രഹസ്യം എന്ന് പറയുന്നത് എൻ്റെ അപ്പനായ ലാബാൻ ആരാധിച്ചിരുന്ന സേവിച്ചിരുന്ന ഈ കൊച്ചു തെറാഫീം എന്ന് പറയുന്ന കുട്ടി വിഗ്രഹങ്ങളാണ്. ഇതിന്റെ അനുഗ്രഹത്തിന്റെ പിടിയിലാണ് നമ്മൾ വളർന്നു വലുതായത് എന്ന് പറഞ്ഞു മനസ്സിലാക്കാനായിരിക്കാം തന്റെ പഴയ പാരമ്പര്യത്തിന്റെ കുട്ടി വിഗ്രഹങ്ങളുമായി റാഹേൽ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ തന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കാത്ത, തന്റെ സ്തുതി വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കാത്ത ദൈവം അത് പൂർത്തീകരിക്കുവാൻ സമ്മതിച്ചില്ല. യാക്കോബിന്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ യാബോക്കിന്റെ കടവിലൊക്കെ യാക്കോബ് പ്രാർത്ഥിക്കുന്നത്, എന്നെ വലിയവനാക്കിയത് എന്റെ ദൈവമാണ്. അല്ലയോ കർത്താവേ, ഞാൻ ഒരു വടിയുമായാണ് യോർദാൻ കടന്നത്. എന്നെ രണ്ടു കൂട്ടമാക്കി മാറ്റിയത് എന്റെ പിതാവായ അബ്രഹാമിന്റെ, എന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവമാണ് എന്ന അഭിമാനത്തോടെ യാക്കോബ് എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ റാഹേൽ വിചാരിച്ചു, പദ്മനാരാമിന്റെ കെട്ടും പാരമ്പര്യവും ലാബാന്റെ കുട്ടി വിഗ്രഹങ്ങളുമാ എന്നെ വലുതാക്കുന്നതെന്ന്. ചുമന്നുകൊണ്ട് വന്ന വിഗ്രഹം കയ്യിലിരിക്കുമ്പോൾ തന്നെ തന്റെ പ്രസവത്തിൽ എളിയ ബെനോനി എന്ന് മകന് പേരിട്ടുകൊണ്ട് അവസാന ശ്വാസം വലിച്ച് റാഹേൽ ബേത്ലഹേമിൽ അടക്കപ്പെട്ടു. റാഹേൽ കനാൻ യാത്രയിൽ പട്ടുപോയി. പ്രിയ ദൈവമക്കളെ, ദൈവനാമത്തിനു മഹത്വം കൊടുക്കാത്ത ഒന്നും നമ്മുടെ ജീവിതയാത്രയിൽ കാണരുത്. ദൈവകൃപ ചോർത്തിക്കളയുന്നത് ഒന്നും ചുമന്നുകൊണ്ട് നടക്കരുത്. ഹർത്താൽ സിയോൻ യാത്രയിൽ ഇടയ്ക്ക് വെച്ച് പട്ടുപോകുന്ന, സിയോൻ യാത്ര പൂർത്തീകരിക്കാൻ കഴിയാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ കാണരുത് എന്നൊരു പരമസത്യം കൂടാണ് ഈ റാഹേലിന്റെ സംഭവം വിളിച്ചു പറയുന്നത്. ബേത്ലഹേം യാക്കോബിനെ സംബന്ധിച്ചോളം കണ്ണുനീരിന്റെ സ്ഥലമാണ്. ബേത്ലഹേം വിലാപത്തിന്റെ സ്ഥലമാണ്. ബേത്ലഹേം ദുഃഖത്തിന്റെ സ്ഥലമാണ്. റാഹേലിന്റെ കല്ലറ ഇപ്പോഴും അവിടെയുണ്ട്. റാഹേലിന്റെ നാമത്തിലുള്ള ഓർമ്മ കല്ലവിടെയുണ്ട്. അതുകൊണ്ടാണ് ശമൂവേൽ ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്യുമ്പോൾ പറയുന്നത്, നീ പോകുമ്പോൾ റാഹേലിന്റെ കല്ലറക്കരികിൽ നിനക്കത് കാണാൻ കഴിയുമെന്ന് പറഞ്ഞു. നഷ്ടപ്പെട്ടു പോയ കഴുതകളെ കാണുവാൻ കഴിയുമെന്ന് പറഞ്ഞത് ഒരു മോണിമെന്റലായിട്ട്, the stone that erected on the tomb of Rachel is still over there. റാഹേലിന്റെ കല്ലറത്തൂൺ അവിടെ ഉണ്ട്. ഇത് വിലാപത്തിന്റെ സ്ഥലമാ. റാമയിൽ മക്കളെ ചൊല്ലി കരയുന്ന കരച്ചിൽ പോലെ പൂർത്തീകരിക്കാത്ത യാത്രയുടെ വിലാപത്തിന്റെ സ്ഥലമാണ് ബേത്ലഹേം. രണ്ടാമത്തെ ചരിത്രം, ബേത്ലഹേമിന്റെ രണ്ടാമത്തെ ചരിത്രം പഠിച്ചാൽ രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യമാണ്, അപ്പത്തിന്റെ നാടായ ബേത്ലഹേമിൽ ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുന്ന സമയത്ത് എലീമേലെക്കും നവോമിയും തന്റെ 2 മക്കളായ മഹ്ലോനും കില്യോനും ചേർന്ന് ക്ഷാമത്തിന്റെ ഭീകരത ബേത്ലഹേം എന്ന അപ്പത്തിന്റെ നാട്ടിലുണ്ടായപ്പോൾ അവർ നാട് വിട്ടു പോകുന്ന അല്ലെങ്കിൽ ഒരു ചരിത്രം നാം കാണുന്നുണ്ട്. വയലുകൾ കത്തിക്കരിഞ്ഞു കിടക്കുന്നു, അല്ലെങ്കിൽ കൃഷിയിടങ്ങൾ അല്ലെങ്കിൽ ഉണങ്ങി വരണ്ട് കിടക്കുന്നു. വിത്തിട്ടാൽ മുളയ്ക്കാത്ത രീതിയിൽ ശൂന്യത വ്യാപരിച്ച ബേത്ലഹേം എന്ന സ്ഥലം. ഇതാണ് ബേത്ലഹേമിന്റെ പഴയ ചരിത്രം. വിലാപത്തിന്റെ നാട്, നിരാശയുടെ നാട്, ദുഃഖത്തിന്റെ നാട്, ഹല്ലേലൂയ, നിന്ദയുടെ നാട്, കത്തിക്കരിഞ്ഞ വയലുകളുടെ നാട്, അഭിമാനിക്കാൻ ഇന്ന് ഒന്നുമില്ലാതെ കിടക്കുന്ന ബേത്ലഹേം. ഈ ബേത്ലഹേമിൽ യേശു പൂജാതനായപ്പോൾ, ഹല്ലേലൂയ, അതിന്റെ തലവര മാറി. യേശു ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ അതിന്റെ ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ടു. യേശു ക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനായ മീക ഇങ്ങനെ എഴുതി വെച്ചു. അല്ലിയ മീക പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. മൈക്ക ചാപ്റ്റർ 5:2, നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിന് അധിപതിയായവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. 707 നൂറ്റാണ്ടുകൾക്കപ്പുറം പ്രവാചകൻ പ്രവചിച്ചു. വിലാപത്തിന്റെയും ദുഃഖത്തിന്റെയും നഗരമായിരുന്ന ബേത്ലഹേം, കണ്ണുനീരിന്റെയും ക്ഷാമത്തിന്റെയും തകർച്ചയുടെയും നാടായ ബേത്ലഹേം എന്ന കൊച്ചു പട്ടണം, നീ യഹൂദ സഹസ്രങ്ങളിലെ കൊച്ചു ഗ്രാമമായിരുന്നാലും ഇസ്രയേലിന് അധിപതിയായവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. സ്തോത്രം. മാനവജാതിയുടെ പാപപരിഹാർത്ഥം സ്വർഗ മഹിമകളെ വെടിഞ്ഞുകൊണ്ട് യേശു നരനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ജനനം കൊള്ളുവാൻ തിരഞ്ഞെടുത്ത സ്ഥലം
ബെത്ലഹേം എന്ന കൊച്ചു പട്ടണമായിരുന്നു. വിലാപത്തിന്റെ നാടായ ബെത്ലഹേം, കത്തിക്കരിഞ്ഞ വയലുകളുള്ള നാടായ ബെത്ലഹേം, ശാപത്തിന്റെ നാടായ ബെത്ലഹേം, കണ്ണുനീരും കല്ലറകളും മാത്രമുള്ള ബെത്ലഹേം, കനാൻ യാത്ര പൂർത്തീകരിക്കാത്തവരുടെ ഓർമ്മ നിൽക്കുന്ന ബെത്ലഹേം. ആ ബെത്ലഹേമിൽ യേശു പിറന്നു വീണപ്പോൾ ഹല്ലേലൂയ, ബെത്ലഹേമിന്റെ തലവര മാറി. ദൈവമക്കളെ, ബെത്ലഹേമിന്റെ ചരിത്രം മാറി. യേശുവിന്റെ ജനന വാർത്ത കേട്ടപ്പോൾ ഹെരോദാവിന്റെ കൊട്ടാരങ്ങൾ വിറയ്ക്കാൻ തുടങ്ങി. രാജാക്കന്മാർ വിറച്ചു യേശുവിന്റെ ജനന വാർത്ത കേട്ടപ്പോൾ. എന്താ കാരണം? യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചുവല്ലിയ, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, അവൻ സമാധാന പ്രഭുവാണ്. ആധിപത്യം തോളിൽ കൊണ്ട് നടക്കുന്ന the God is going to carry the government upon his shoulder. The same son born in the small city of Bethlehem. Every history of Bethlehem changed into a blessing. ബെത്ലഹേമിന്റെ ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ടു. രാജാക്കന്മാർ വിറച്ചു. പുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും അമ്പരന്ന് വാ പിളർന്നു പോയി. സ്തോത്രം. കിഴക്ക് ദേശത്ത് നിന്ന്, ഹല്ലേലൂയ, കിഴക്ക് ദേശത്ത് നിന്ന് ജ്ഞാനികളായ വിദ്വാൻമാർ ബെത്ലഹേമിനെ തേടിയെത്തുവാൻ തുടങ്ങി. ബെത്ലഹേമിന്റെ മുകളിൽ ഉദയ നക്ഷത്രം ഉദിച്ചു നിൽക്കുവാൻ തുടങ്ങി. സ്വർഗീയ ദൂതന്മാർ ബെത്ലഹേമിന്റെ അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ബെത്ലഹേമിന്റെ ആകാശ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ദൂതന്മാർ സ്വർഗീയ ഗാനം പാടി. നാം അറിയുന്നത് പോലെ അവർ പാടുകയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ബെത്ലഹേമിന്റെ നിരാശ വീണ മണ്ണിൽ, മരണദൂത് വ്യാപരിച്ച മണ്ണിൽ, വിലാപഗീതം പാടിക്കൊണ്ടിരുന്ന ബെത്ലഹേമിൽ, കരിഞ്ഞുപോയ വയലുകൾ കണ്ട് തലകുനിച്ച ബെത്ലഹേമിൽ സ്വർഗീയ ദൂതന്മാർ ഇമ്പഗാനം പാടിയതുപോലെ ഇന്ന് പകൽക്കാലം നമ്മുടെ തലവര മാറ്റുന്ന കർത്താവുണ്ട്. സ്തോത്രമല്ലിയ. പൊന്നും മൂരും കുന്തിരിക്കവുമായി ജ്ഞാനികൾ ബെത്ലഹേമിൽ യേശുവിനെ ആരാധിച്ചു. തീർന്നില്ല. സാധാരണക്കാരിൽ സാധാരണക്കാരായ ആട്ടിടയന്മാരും ബെത്ലഹേമിൽ കടന്നു വന്ന് ആ കാലിത്തൊഴുത്തിൽ യേശുവിന്റെ മുമ്പിൽ നമസ്കരിച്ചു. അതേ പ്രിയരെ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, യേശുവിന്റെ ജനനം ബെത്ലഹേമിന്റെ തലവര മാറ്റിമറിച്ചു. യേശു പിറന്നു വീണത് കൊണ്ട് ഹല്ലേലൂയ ബെത്ലഹേമിന്റെ ഗതി വിഗതികൾ മാറി മറിഞ്ഞെങ്കിൽ ഇന്ന് പകൽ ഒന്നാമത്തെ സന്ദേശം, യേശു നമ്മുടെ ഉള്ളിൽ ജനിക്കുമ്പോൾ നമ്മുടെ ചരിത്രവും മാറ്റിക്കുറിക്കപ്പെടും. ഹല്ലേലൂയ. The moment Christ born in our heart, our history and destiny will be utterly changed. നമ്മുടെ ഉള്ളിലും ക്രിസ്തു ഉരുവാകുമ്പോൾ നമ്മുടെ ഗതികൾ മാറും. ഇന്ന് നമ്മുടെ തലവര മാറ്റിയത് യേശുവിന്റെ ജനനമാണ്. എന്റെ ഗതി മാറ്റിയത് യേശു എന്റെ ഉള്ളത്തിൽ വന്നത് കൊണ്ടാണ്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹല്ലേലൂയ ഇന്ന് വരെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് വരെ യേശുവിന്റെ വകയായി മാറിയിട്ടില്ലെങ്കിൽ, ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം ഇന്ന് വരെ നിങ്ങൾക്കായിട്ടില്ലെങ്കിൽ, ഇതാ സുപ്രസാദ കാലം, ഇന്നാണ് രക്ഷാ ദിവസം. ഇന്ന് തന്നെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. ബെത്ലഹേമിന്റെ ശാപം മാറിയതുപോലെ, ബെത്ലഹേമിന്റെ നിരാശ മാറിയതുപോലെ, ബെത്ലഹേമിന്റെ നിന്ന മാറിയതുപോലെ നിങ്ങളുടെ തലവര മാറ്റുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങളുടെ ഉള്ളം ഇന്ന് പകൽക്കാലം നിറയപ്പെടുമാറാകട്ടെ. യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ. യേശുവിന്റെ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മോദം വന്നു എന്നിൽ. തന്നെ ഞാൻ ഉള്ളത്തിൽ സ്വീകരിച്ചത് കൊണ്ട് എൻ്റെ ജീവിതയാത്ര ആകെ മാറി മറിഞ്ഞതുപോലെ എൻ്റെ മാന്യ പ്രേക്ഷകരെ, ഇന്ന് രാവിലെ യേശുവിന്റെ ചലനം, യേശുവിന്റെ കരം, യേശുവിന്റെ ജനനം നിങ്ങളുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബെത്ലഹേമിന്റെ തലവര മാറ്റിയ യേശു ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിൽ പിറക്കുമ്പോൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവകാശം കൊടുത്തതുപോലെ എൻ്റെ ഉള്ളിൽ ഇന്ന് രാവിലെ ക്രിസ്തു ഉണ്ട്, ക്രിസ്തു ജനിച്ചിട്ടുണ്ട്, അവൻ പിറന്നിട്ടുണ്ട് എന്ന ഉറപ്പ് നമുക്കുണ്ടാകട്ടെ. ദാറ്റ് വിൽ ചേഞ്ച് യുവർ ഡെസ്റ്റിനി. അത് നമ്മുടെ തലവര മാറ്റിമറിക്കും. ഹല്ലേലൂയ. രണ്ടാമത്തെ സ്ഥലം, തലവര മാറിക്കിട്ടിയ, ചരിത്രം തിരുത്തി എഴുതിയ രണ്ടാമത്തെ സ്ഥലം നസ്രയത്താണ്. ഒന്ന്, യേശു ജനിച്ച സ്ഥലമാണ്. രണ്ട്, യേശു വളർന്ന സ്ഥലമാണ്. സ്തോത്രം. നസ്രയത്ത് യേശു വളർന്ന സ്ഥലമാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം
അതിന്റെ 23-ാം വാക്യം, മാത്യു ചാപ്റ്റർ 2 വേഴ്സ് 23. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം നസറേത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. യേശു വളർന്ന സ്ഥലമാണ് നസറേത്ത്. ആരാലും അറിയപ്പെടാതിരുന്ന ഒരു കൊച്ചു സ്ഥലം, അവഗണിക്കപ്പെട്ട് കിടന്ന ഒരു കൊച്ചു സ്ഥലമായിരുന്നു നസറേത്ത്. ആരും ഗവനിച്ചതല്ല, ആരും വലിയ വിലയൊന്നും കൊടുത്തില്ല, പ്രതീക്ഷകളൊന്നും ഇല്ലാതിരുന്ന നസറേത്ത് എന്നൊരു കൊച്ചു ഗ്രാമം. എന്നാൽ യേശു അവിടാണ് വളർന്നത്. നസ്രയത്തിലാണ് യേശു ഏകദേശം 30 വയസ്സുവരെ യേശു വളർന്ന സ്ഥലമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 45 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യേശുവിന്റെ അടുക്കൽ പോയി യേശുവിനെ കണ്ട് നന്മ കണ്ടെത്തിയ ഫിലിപ്പോസ് എന്ന ബെത്സൈദക്കാരൻ തന്റെ ഒരു സുഹൃത്തായിരുന്ന നഥനിയേലിനെ കണ്ടു. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ യേശുവിന്റെ കൂടെ പാർത്തതാണ്, ഞങ്ങൾ യേശുവിനെ കണ്ടതാണ്, യേശുവിനെ അറിഞ്ഞതാണ്. ആ യേശുവിന്റെ കൂടെ യാത്ര ചെയ്ത ഫിലിപ്പോസ് ആണ്. യോഹന്നാൻ 1:42 കാണുന്നുണ്ട്. യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്ത് ക്രിസ്തുവിനെ മശിഹായെ കണ്ടെത്തിയ ഫിലിപ്പോസ് തന്റെ സ്നേഹിതനോട് തന്റെ സന്തോഷം ഷെയർ ചെയ്യുകയാണ്. ഞങ്ങൾ ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. ന്യായപ്രമാണത്തിൽ എന്താണ് മോശ എഴുതിയിരിക്കുന്നത്, ന്യായപ്രമാണത്തിൽ എന്താണ് പ്രവാചകന്മാർ പ്രവചിച്ചിരിക്കുന്നത്, ആ യേശുവിനെ ഞാൻ കണ്ടു, നീയും വന്ന് കാണണം. അവൻ യോസഫിന്റെ പുത്രനായ നസറേത്തുകാരനാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഫിലിപ്പോസ് വലിയ ആവേശത്തോടാ പറയുന്നത് ജീസസ് ഓഫ് നസറേത്ത് എന്ന്. യേശു നസറേത്തുകാരൻ. എന്തായിരുന്നു നഥനിയേലിന്റെ മറുപടി? ഒരു ചോദ്യമാണ് നഥനിയേൽ ചോദിച്ചത്. നഥനിയേൽ അവനോട് നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. That was the saying, that was the talk in the city of Nazareth. അല്ലെങ്കിൽ അതിന് ചുറ്റുപാടുമുള്ള പട്ടണങ്ങളിലുള്ള ആൾക്കാർ ചോദിച്ചു കൊണ്ടിരുന്ന ഒരു ചോദ്യമാണ്, can any good thing come out of Nazareth? നസറേത്തിൽ നിന്ന് വല്ല ഗുണവും ഉണ്ടാകുമോ, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഇതായിരുന്നു നസറേത്തിന്റെ ചരിത്രം. പ്രിയരെ, ഇതാ നസറേത്തിന്റെ പാരമ്പര്യം. ഇതാ നസറേത്തിലെ പാട്ടെന്ന് പറയുന്നത് എഴുതി തള്ളിയ സ്ഥലമാണ്, മാറ്റിവെച്ച സ്ഥലമാണ്, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത സ്ഥലം. നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഗുണവുമില്ലാത്ത സ്ഥലമായിരുന്നു നസറേത്ത്. എന്നാൽ യേശുവുമായിട്ടൊരു സമ്പർക്കം അന്ന് പകൽ നസറേത്തിലെ നഥനിയേലിനുണ്ടായി. നഥനിയേൽ വരികയാണ്. നഥനിയേൽ യേശുവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നടന്നു വരുന്ന നഥനിയേലിനെ കണ്ടുകൊണ്ട് യേശു പറഞ്ഞു, the one encounter with Jesus utterly changed the life of Nathaniel. നഥനിയേലിന്റെ ഹിസ്റ്ററി അങ്ങോട്ട് മാറ്റി ആദ്യമേ പറഞ്ഞു, ഇതാ വരുന്നു സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല. അവരുന്നു പോയി നഥനിയേല്. എന്നെ ആരും കണ്ടിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല, ആരും എന്നെ കുറിച്ച് കേട്ടിട്ടില്ല, ഞാൻ അറിയപ്പെടുന്ന ആളൊന്നുമല്ല. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അല്പം മുമ്പ് ഫിലിപ്പോസ് എന്നോട് പറഞ്ഞ, മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്ന നസ്രേത്തുകാരനായ യേശു പറയുന്നു, behold a true Israel. ഹല്ലേലൂയ. ഇതാ സാക്ഷാൽ ഇസ്രായേൽ, ഇവനിൽ എന്തോ ഇല്ല, കപടമില്ല. ഉള്ളറിയുന്ന യേശുവിനെ അന്ന് പകൽ നഥനിയേൽ കണ്ടുമുട്ടി. യേശുവുമായുള്ള സംഭാഷണം നഥനിയേലിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഹല്ലേലൂയ. പിന്നീട് ബർത്തോലമായി എന്ന പേരിൽ നഥനിയേൽ യേശു ശിഷ്യനായി മാറി. ഹല്ലേലൂയ. നഥനിയേൽ യേശുവിന്റെ ശിഷ്യനായി മാറി. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ അകക്കണ്ണ് തുറന്നു. അവൻ യേശുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കിട്ടി. യേശു അവനെ കുറിച്ച് പ്രവചനങ്ങൾ നടത്തി. നഥനിയേലിന്റെ ഭാവി മാറ്റിമറിക്കപ്പെട്ടു. എന്റെ വിഷയം ഇതാണ്. ഹല്ലേലൂയ. വല്ല ഗുണവും വരുമോ എന്ന് ചോദിച്ച ഈ നസറയത്ത് എന്ന കൊച്ചു ഗ്രാമം യേശു വളർന്നത് കൊണ്ട്, യേശു അവിടെ ജീവിച്ചത് കൊണ്ട്, യേശുവിന്റെ ഈ നാമത്തിൽ നസ്രയത്ത് പട്ടണവും വളർന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്കറിയാം യേശുവിന്റെ അധികാര ശുശ്രൂഷയുടെ നാമം നസ്രയനായ യേശു എന്നാണ്. Hallelujah. Every time when Bible proclaim about the authority of Jesus Christ, we read like that, Jesus of Nazareth. യേശു നസ്രയൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നസ്രയനായ യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തുവെന്നും ഹല്ലേലൂയ ഒക്കെ നാം വായിക്കുന്നു. അപ്പം നസ്രയനായ യേശു എന്ന അധികാര ശുശ്രൂഷയുടെ നാമം നസ്രയത്തിന് ലഭിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ടല്ലേ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ കുരുടന്മാർ കണ്ണിന് കാഴ്ച ലഭിച്ചത്. ആലയത്തിന് കഴിഞ്ഞ ദിവസങ്ങളായി തുടർമാനമായി കേൾക്കുന്ന അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം, അവിടെ ഹല്ലേലൂയ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിക്കൽ ഇരുന്ന് ഭിക്ഷയാചിച്ച മുടന്തനായ മനുഷ്യനെ ഉറ്റുനോക്കിയ പത്രോസ്
പത്രോസും യോഹന്നാനും അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ ഉപയോഗിച്ച നാമം നസ്രേനായ യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് രോഗികൾ സൗഖ്യമായി. നസ്രയന്റെ നാമത്തിൽ ഭൂതങ്ങൾ അലറിയോടുവാൻ തുടങ്ങി. അതേ ദൈവമക്കളെ, യേശു നസ്രയത്തിൽ വളർന്നതുപോലെ ക്രിസ്തു നമ്മിൽ വളരണം. ക്രിസ്തു നമ്മുടെ അകത്ത് വളരുമ്പോൾ, നാം ക്രിസ്തു എന്ന തലയോളം വളരുമ്പോൾ നമ്മുടെ ചരിത്രവും തിരുത്തി കുറിക്കപ്പെടുകയാണ്. The moment Christ began to grow in us, hallelujah, we need to grow up to head Christ. ക്രിസ്തു എന്ന തലയോളം നാം വളരുമ്പോൾ നാം സൽഗുണ പൂർത്തിയുള്ളവരായി മാറും. ഇന്ന് രാവിലെ നമുക്ക് വേണ്ടത് നമ്മുടെ ചരിത്രം മാറണമെങ്കിൽ, നമ്മുടെ ഗതികൾ മാറണമെങ്കിൽ we need to grow in Christ, rooted in Christ, established in Christ. ക്രിസ്തുവിൽ വേരൂന്നി, ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ഇന്ന് രാവിലെ നാം തയ്യാറാകണം. നസ്രയത്തിന്റെ തലവര മാറ്റിയ യേശു എന്റെ തലവരയും മാറ്റുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. Let us grow together with Christ. ക്രിസ്തുവിനോട് ഒരുമിച്ച് നമുക്ക് വളരാം. വല്ല ഗുണവും ഉണ്ടാകുമോ എന്ന് ലോകം വിധി എഴുതിയ, നാട്ടുകാർ, കൂട്ടുകാർ, വീട്ടുകാർ ചോദിച്ച വല്ല നന്മയും ഉണ്ടാകുമോ, വല്ല പ്രതീക്ഷയ്ക്കും ആശയ്ക്കും വകയുണ്ടോ എന്നും മറ്റുള്ളവർ ചോദിച്ച നസ്രയത്ത് ലോക പ്രശസ്തമായി മാറിയത് ക്രിസ്തു അവിടെ വളർന്നത് കൊണ്ടാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആത്മഫലങ്ങളാൽ നിറഞ്ഞ് ക്രിസ്തുവിന്റെ വളർച്ച നാം മറ്റുള്ളവരെ കാണിക്കത്തക്കവണ്ണം ക്രിസ്തുവിന്റെ ഭാവം, ക്രിസ്തുവിന്റെ സ്വഭാവം, ക്രിസ്തുവിന്റെ രൂപം, ക്രിസ്തുവിന്റെ ചിന്തകൾ, ക്രിസ്തുവിന്റെ നടപ്പ് നമ്മിലും വളരുമ്പോൾ we will become a different person. നാമും വ്യത്യസ്തരായി മാറും. അതേ നസ്രയത്തിന്റെ തലവര മാറ്റിക്കുറിച്ച ക്രിസ്തു ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിൽ വളരട്ടെ. നമ്മുടെ തലവര മാറ്റുന്ന ദൈവം, നമ്മുടെ ചരിത്രം തിരുത്തിക്കുറിക്കുന്ന ക്രിസ്തു. അതെ, നസ്രയത്തിന്റെ പേര് മാറിയതുപോലെ നമ്മുടെയും ഭാവികൾ മാറി മറിയട്ടെ. മൂന്നാമത്തെ സ്ഥലം, ഒന്ന് യേശു ജനിച്ച സ്ഥലമാണ്, രണ്ട് യേശു വളർന്ന സ്ഥലമാണ്, ഹല്ലേലൂയ. മൂന്ന് ഗലീലയാണ് ഞാൻ പറയുവാൻ പോകുന്നത്. യേശു ശുശ്രൂഷിച്ച സ്ഥലം, the place in which Jesus was doing most of his ministry. യേശുവിന്റെ ശുശ്രൂഷയുടെ കൂടുതൽ സമയവും ചെലവഴിച്ചത് ഗലീല എന്ന സ്ഥലത്താണ്. ഗലീലയുടെ തലവരെ എങ്ങനെയാണ് യേശു മാറ്റിമറിച്ചത്? ഗലീലയുടെ ചരിത്രം എങ്ങനെയാണ് യേശു തിരുത്തി കുറിച്ചത്? ഗലീലയ്ക്ക് എന്തു മാറ്റമാണ് യേശു വരുത്തിയത്? നാം വായിച്ച വേദഭാഗം തുടക്കത്തിലെ വാക്യം അതായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. ജാതികളുടെ ഗലീല എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം, മത്തായി 4:15-16. ഇരുട്ടിലും മരണം നിഴലിലും ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ദേശത്തിൽ ഹല്ലേലൂയ ഈ നിഴലിൽ നിന്നയിലിരിക്കുന്ന, മരണത്തിന്റെ നിഴലിരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ലൂക്കോസ് 4-ാം അധ്യായം അതിന്റെ 15-16 വാക്യം ഇങ്ങനെ വായിക്കുന്നു. ലൂക്ക് ചാപ്റ്റർ 4 വേഴ്സ് 15 and 16. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. യേശു 40 ദിവസം പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് ആത്മശക്തിയോടെ അതിനെയൊക്കെ ജയിച്ചിട്ട് മടങ്ങി വന്ന് ശുശ്രൂഷ തുടങ്ങിയ സ്ഥലമാണ്, സ്തോത്രം ഹല്ലേലൂയ, യേശു ഗലീലയിലേക്ക് മടങ്ങി വന്നു. ആത്മാവിന്റെ ശക്തിയോടെ, സ്തോത്രം ഹല്ലേലൂയ, യേശു ഗലീലയിലേക്ക് കടന്നു വന്നു. അവിടെ യേശുവിന്റെ പ്രസംഗം ആരംഭിക്കുകയാണ്. ജാതികളുടെ ഗലീല എന്നറിയപ്പെട്ടിരുന്നതാണ് ഈ ഗലീലയുടെ പഴയ ചരിത്രം. സ്തോത്രം ഹല്ലേലൂയ. ഇരുട്ടും മരണനിഴലുമായിരുന്നു ഗലീലയിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നത്. ജനമെല്ലാം ഭീതിയിലായിരുന്നു, ജനമെല്ലാം നിരാശയിലായിരുന്നു, ജനമെല്ലാം ആകുലത്തിലും ആശങ്കയിലും കഴിയുന്നതാണ്. ദൈവമക്കളെ, ഇതിന്റെ പഴയ പേര് കാബൂൾ എന്നാണ്. കാബൂൾ ദേശം എന്നാണ് ഇതിന്റെ പഴയ പേര്. നമുക്ക് ആ ചരിത്രം ഒന്ന് നോക്കാം. വാട്ട് വാസ് ദ ഹിസ്റ്ററി ഓഫ് ഗാലിലി? ഗലീലയുടെ പഴയ ചരിത്രം നമുക്ക് നോക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 1 Kings chapter 9 verse 10-13 ഞാൻ വായിക്കുന്നു. ശലോമോൻ യഹോവയുടെ ആലയം, രാജധാനി എന്നീ 2 ഭവനവും 20 സംവത്സരം കൊണ്ട് പണിത ശേഷം സോർ രാജാവായ ഹീരാം ശലോമോനെ അവന്റെ ഇഷ്ടം പോലെയൊക്കെയും ദേവദാരുവും സരളമരവും സ്വർണവും കൊടുത്തിരുന്നത് കൊണ്ട് ശലോമോൻ രാജാവ് ഹീരാമിന് ഗലീല ദേശത്ത് 20 പട്ടണം സമ്മാനമായി കൊടുത്തു. 12-ാം വാക്യം. ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ കാണേണ്ടതിന് അവൻ സോറിൽ നിന്ന് വന്നു, എന്നാൽ അത് അവന് ബോധിച്ചില്ല. ഹീരാം പറയുകയാണ്, 13-ാം വാക്യം, സഹോദരാ,
നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ എന്ത് എന്ന് അവൻ പറഞ്ഞു. അവയ്ക്ക് ഇന്നുവരെയും കാബൂൾ ദേശം എന്ന് പേരായിരിക്കുന്നു. മഹാസമ്പന്നനായിരുന്ന സോർ രാജാവായ ഹീരാം, ദാവീദ് രാജാവിന്റെ ഉറ്റ സ്നേഹിതനായിരുന്നു ഹീരാം എന്ന രാജാവ്. ദാവീദിന്റെ മരണശേഷം ശലോമോൻ രാജാവായപ്പോഴും സോർ രാജാവായ ഹീരാം ആ സ്നേഹബന്ധം പുലർത്തിയിരുന്നു. ശലോമോൻ അതിമഹത്തായ ദേവാലയം പണിതുയർത്തുകയാണ്. 20 വർഷം കൊണ്ടാണ് തന്റെ അരമനയും ദേവാലയവും ശലോമോൻ പണിതത്. 20,000 കരുത്തുറ്റ ജോലിക്കാരും 70,000 കല്ലുവെട്ടുകാരും 80,000 ചുമട്ടുകാരും ഹൂരാം അബി എന്നൊരു ശില്പകലാ വിദഗ്ധന്റെ നേതൃത്വത്തിൽ 20 വർഷം കൊണ്ട് പണിതുയർത്തിയ അതിമനോഹരമായ ദേവാലയമായിരുന്നു ശലോമോൻ രാജാവ് പണിത ദേവാലയം. ശലോമോൻ രാജാവ് ദേവാലയം പണിക്ക് ആവശ്യമായ നല്ല തടികൾ, മിക്കവാറും സാധനങ്ങൾ തടികൾ കൊണ്ടാണല്ലോ ഉണ്ടാക്കേണ്ടത്. തടികൾ തിരക്കി. ദേവദാരു വേണം, സരളവൃക്ഷം വേണം, വിലപിടിപ്പുള്ള ഹല്ലേലൂയ വളരെ ഉറപ്പും കട്ടിയും കാമ്പുമുള്ള തടികളാണ് ദേവദാരുവും സരളവൃക്ഷവും. ഇത് ഏറ്റവും സുലഭമായി ഉണ്ടായിരുന്നത് ലെബാനോനിലെ കാടുകളിലാണ്. സ്തോത്രം. സോർ രാജാവിന്റെ നേതൃത്വത്തിലുള്ള സ്ഥലത്താണ് ഭൂപ്രകൃതിയിൽ അത് ഉണ്ടായിരുന്നത്. സോർ രാജാവിന് കത്ത് കൊടുത്തു, ഹീരാമിന് കത്ത് കൊടുത്തു. നിന്റെ ദാസനായ, നിന്റെ സ്നേഹിതനായ ദാവീദിന്റെ മകനായ ഞാൻ ഒരു ആലയം പണിയാൻ പോകുന്നു. ഞാൻ പണിയുന്ന ആലയം അതിബഹുത്തായ ആലയമാണ്. കാരണം ഞാൻ സേവിക്കുന്ന ദൈവം, ഞങ്ങളുടെ ദൈവം അല്ലെങ്കിൽ വലിയ ദൈവമായതുകൊണ്ട് പണിയുന്ന ആലയവും വലുതാണ്. ഞങ്ങൾക്ക് തടി വേണം. കത്ത് കൊടുത്തയച്ചു. തടി വേണമെന്ന് പറഞ്ഞു. ഉടനെ ഹീരാമിന്റെ മറുപടിയൊക്കെ നാം വായിക്കുന്ന ഇങ്ങനെയാണ്: ദാവീദിന് പകരമായി സിംഹാസനത്തിൽ ഇരുത്താൻ ജ്ഞാനമുള്ള ഒരു മകനെ കൊടുത്ത ദാവീദിന്റെ ദൈവം, ഇസ്രായേലിന്റെ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നൊക്കെ ജാതീയ രാജാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സഹോദരാ, നീ പേടിക്കണ്ട. നീ ചോദിച്ച സകല മരങ്ങളും ഞാൻ തരാം. എന്റെ വേലക്കാർ, എന്റെ ജോലിക്കാർ, അവർ മരം വെട്ടിൽ വിദഗ്ധരാണ്. അവർ മരങ്ങൾ വെട്ടിയിട്ട് അതിനെ ചങ്ങാടം കെട്ടിയിട്ട് കടൽ വഴിയായി ഒഴുക്കി നിന്റെ നാട്ടിൽ കൊണ്ടെത്തിച്ചു തരാം. സോർ രാജാവായ ഹല്ലേലൂയ ഹീരാം പറഞ്ഞതുപോലെ ചെയ്തു. കൂലിക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ മറക്കരുത് എന്ന് മാത്രമേ സോർ രാജാവ് ചോദിച്ചുള്ളൂ. കാരണം എല്ലാം മുടങ്ങാതെ തടികൾ കൊണ്ടു കൊടുത്തു. ആലയം പണി പുരോഗമിച്ചു. സന്തോഷമായി. എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ? സോർ രാജാവല്ലേ, ഹീരാം രാജാവല്ലേ, സമ്പന്നനല്ലേ, സാധാരണ രീതിയിൽ സമ്മാനം കൊടുത്താൽ മതിയോ? അതുകൊണ്ട് ശലോമോൻ രാജാവ് പറഞ്ഞു, ഗലീല ദേശത്തെ 20 പട്ടണങ്ങൾ നിനക്ക് സമ്മാനമായിരിക്കട്ടെ. ഗലീല ദേശത്തെ 20 പട്ടണങ്ങൾ സമ്മാനമായി എഴുതി കൊടുത്തു. കിട്ടിയ സമ്മാനം ബോധിച്ചു പരിശോധിക്കുവാൻ വേണ്ടി ഹീരാം രാജാവ് സൈന്യസമേതനായി വന്നു. കിട്ടിയ സ്ഥലമല്ലേ, കൊള്ളാമല്ലോ നോക്കാൻ. അതാണ് നാം വായിച്ചത്. ഗലീല ദേശത്തെ 20 സ്ഥലങ്ങൾ ഹീരാം രാജാവ് വന്ന് പരിശോധിച്ചപ്പോൾ വായിക്കുന്നു, അതവന് ബോധിച്ചില്ല. രാജാവിന്റെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് രാജാവിന്റെ പരിശോധനയിൽ തള്ളപ്പെട്ടു പോയ, ഇറ്റ്സ് നോട്ട് ഫിറ്റ് ഫോർ എ കിങ്, ഒരു രാജാവിന് ചേർന്നതല്ല ഈ പട്ടണങ്ങൾ. ഒരു സോർ രാജാവിന് നിൽക്കാനോ നടക്കാനോ കൊള്ളാത്ത പട്ടണമായിരുന്നു ഗലീലയിലെ 20 പട്ടണങ്ങൾ. അതുകൊണ്ട് സഹോദരാ, എന്നോടെന്തിനാ ഈ ചതി ചെയ്തത്, എനിക്കെന്തിനാ ഇത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ആ ദേശത്തിന്റെ പേരാണ് കാബൂൾ ദേശം. നാം വായിച്ച ഗലീല ദേശം. ഇതാണ് ഗലീലയുടെ പഴയ ചരിത്രം. ഈ ഭൂമിയിലെ ഒരു രാജാവിന് ഇഷ്ടപ്പെടാത്ത സ്ഥലമാണ്. ഈ ഭൂമിയിലെ ഒരു രാജാവിന് സിംഹാസനം വെക്കുവാൻ, നടക്കാൻ പോലും, തന്റെ രഥം ഓടുവാൻ പോലും ഇഷ്ടമില്ലാത്ത ഗലീല പട്ടണം. സ്തോത്രം ഹല്ലേലൂയ. അവനത് ഇഷ്ടപ്പെട്ടില്ല. ഹീരാം അത് ശലോമോനോട് പറഞ്ഞു, നിനക്ക് തന്നെ ഇരുന്നോട്ടെന്ന് പറഞ്ഞ് ഹീരാം അത് ശലോമോന് മടക്കി കൊടുത്തു. ദൈവമക്കളെ, ആ സ്ഥലമാണ് ഒരു ഗുണവുമില്ലാത്ത കാബൂൾ ദേശമായിരുന്ന ജലം. ഇരുട്ടുമാറാത്ത സ്ഥലം, മരണം നിഴല് വ്യാപരിക്കുന്ന സ്ഥലം, അന്ധകാരവും കൂരിരുട്ടും വ്യാപരിക്കുന്ന സ്ഥലം, ലോകത്തിലുള്ള മനുഷ്യൻ ഇഷ്ടപ്പെടാത്ത ഗലീല സ്ഥലം. ഹല്ലേലൂയ. എടുത്തു പറയട്ടെ, ഹല്ലേലൂയ. ദാവീദിന്റെ സൈന്യശക്തിക്കോ ദാവീദിന്റെ കരുത്തുള്ള പടയാളികൾക്കോ മാറ്റി എഴുതുവാൻ കഴിയാത്ത ഗലീലയുടെ ചരിത്രം ശാപം നിന്ന. ഹല്ലേലൂയ. ശലോമോൻ രാജാവിന്റെ ബുദ്ധിക്കും ജ്ഞാനത്തിനും അറിവിനും തിരുത്തിക്കുറിക്കുവാൻ കഴിയാതിരുന്ന ഗലീലയുടെ തലമേൽ എഴുതിക്കിട്ട മരണനിഴലും ഇരുട്ടും അന്ധകാരവും. സ്തോത്രം. ഹീരാം എന്ന ധനാട്യനായ രാജാവിന്റെ സാമ്പത്തിക ഭദ്രയ്ക്കും അവന്റെ റീസോഴ്സുകൾക്കും മാറ്റിമറിക്കുവാൻ കഴിയാതിരുന്ന, പ്രയോജനമില്ലെന്ന് പറഞ്ഞു മാറ്റിവെച്ചിരുന്ന നിഴലും ഭീതിയും അന്ധകാരവും മരണവും മുറവിളിയും. ഹല്ലേലൂയ. യേശു അവിടെ ശുശ്രൂഷിച്ചപ്പോൾ ഗലീലയുടെ ഗതി മാറി.
യേശു അവിടെ മിനിസ്റ്റർ തുടങ്ങിയപ്പോൾ മരണനിഴലിലും ഇരുട്ടിലും ഭീതിയിലും ഇരുന്നവർക്ക് അല്ലെങ്കിൽ വെളിച്ചമുദിച്ചു, വലിയൊരു പ്രകാശമുദിച്ചു. അവിടുത്തെ മരണഭീതി മാറി. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. യേശുവിന്റെ ശുശ്രൂഷകൾ ഗലീല പട്ടണങ്ങളെ ഇളക്കി മറിച്ചു. ഗലീലയിലെ പട്ടണങ്ങളാണ് കാനാവ്, കഫർദവൂം, കോരസീൻ, സോർ, സീദോൻ, ബെത്സൈദ തുടങ്ങിയുള്ള നസറേത്ത് തുടങ്ങിയുള്ള ഗലീലയിലെ പട്ടണങ്ങളാണ്. ചരിത്രം നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. ഗലീലയിലെ കാനായിൽ പച്ചവെള്ളം വീഞ്ഞായി മാറി. യേശുവിന്റെ ശുശ്രൂഷ, യേശുവിന്റെ പാദസ്പർശം കാനായിലെ കല്യാണത്തിന് നിറമില്ലാത്ത, മണമില്ലാത്ത, ഗുണമില്ലാത്ത, രുചിയില്ലാത്ത, വിലയില്ലാത്ത പച്ചവെള്ളത്തെ നിറമുള്ളതും ഗുണമുള്ളതും വിലയുള്ളതും രുചിയുള്ളതുമാക്കി മാറ്റിയത് യേശുവിന്റെ പാദസ്പർശമാണ്. ഇന്ന് പകൽക്കാലം ജീവിതത്തിന് അർത്ഥമില്ലാതെ ആരെങ്കിലും ഇരിക്കുന്നുവെങ്കിൽ എനിക്ക് യാതൊരു വിലയുമില്ല, മറ്റുള്ളവർ കണ്ടാൽ ആകർഷിക്കത്തക്കവണ്ണമുള്ള ഒന്നും എൻ്റെ ജീവിതത്തില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ മുമ്പാകെ മറ്റുള്ളവർക്ക് കൊടുക്കത്തക്കവണ്ണം ഒരു നന്മയും ഗുണവും എന്നിൽ കാണുന്നില്ല. കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ഞാൻ മാത്രം ഒറ്റപ്പെട്ടും ഞാൻ മാത്രം തള്ളപ്പെട്ടും തഴയപ്പെട്ടും പച്ചവെള്ളം പോലെ മാറി നിൽക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ തലവര മാറ്റുന്ന യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. നിന്റെ നിറം മാറ്റുന്ന, നിന്റെ ഗുണം മാറ്റുന്ന, നിന്റെ അളവിന് വ്യത്യാസം വരുത്തുന്ന, നിന്റെ വില മാറ്റുന്ന, നിന്റെ രുചി മാറ്റുന്ന ദൈവത്തിന്റെ സ്പർശനത്താൽ ഗലീലയിലെ കാനാവിലെ പച്ചവെള്ളത്തിന്റെ തലവര മാറ്റിയ യേശു നിന്റെ ചരിത്രം മാറ്റട്ടെ. ആത്മസന്തോഷത്തോടെ എത്ര പേർ കർത്താവിനെ സ്തുതിക്കും? Can you rejoice in the presence of the Lord? The same God to turn the water into wine, He is absolutely present over here. He is able to change your destiny. He is able to change your history. Hallelujah. ഇന്ന് പകൽക്കാലം കാനാവിലെ പച്ചവെള്ളത്തിന്റെ നിറം മാറ്റിയ യേശുവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം എന്റെ നില മാറട്ടെ. ഹല്ലേലൂയ. കഫർദവൂമിൽ ഒരു ശതാധിപന്റെ മകൻ, അവൻ മരണവക്രത്തോളം എത്തിക്കിടക്കുകയാണ്. പക്ഷെ യേശുവിന്റെ സ്പർശനത്താൽ ആ പ്രിയ പൈതലിന് ജീവൻ മടങ്ങിക്കിട്ടി. ഇന്ന് പകൽക്കാലം യാതൊരു ആശയമില്ലെന്നും സോർ രാജാവ് പറഞ്ഞ പോലെ ഒരു ഗുണവുമില്ലാത്ത ഇരുട്ടിലിരിക്കുന്ന, മരണനിഴലിരിക്കുന്ന, രോഗത്തിന്റെ കിടക്കയിൽ ആരെങ്കിലും ഇന്ന് രാവിലെ ആയിരിക്കുന്നുവെങ്കിൽ, ആശയ്ക്ക് വകയില്ലാതെ ആരെങ്കിലും ശാരീരിക ബലഹീനതയായിരിക്കുന്നുവെങ്കിൽ, കഫർനഹൂമിലെ ശതാധിപന്റെ മകനെ സമയം 7 മണിക്ക് ഇപ്പോൾ തന്നെ വിശ്വസിക്ക്, രോഗം മാറുമെന്ന് പറഞ്ഞ ആവേശത്തിന്റെ വാക്ക് ഏറ്റെടുത്ത ശതാധിപന് തന്റെ മകന്റെ രോഗസൗഖ്യത്തിന്റെ വാർത്ത തിരിച്ചു കിട്ടിയതുപോലെ ഗലീലയിലെ ഇരുട്ട് മാറ്റിയ ഇന്ന് പകൽക്കാലം നിന്റെ രോഗത്തിന്റെ മേൽ കരം നീട്ടുന്നു. യേശുവിന്റെ നാമത്തിൽ ആ പനി വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ രോഗം വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ശാരീരിക ബലഹീനത ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ നാളുകൾ, വർഷങ്ങൾ പഴക്കമുള്ള രോഗാത്മാവ് ഇപ്പോൾ വിട്ടുമാറട്ടെ. ഗലീലയിലെ ഇരുട്ട് മാറ്റിയ, കഫർനഹൂമിന്റെ തലവര മാറ്റിയ യേശു നിന്റെ ശരീരത്തിന്റെ മേൽ ഇന്ന് പകൽ വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. 5 അപ്പം കൊണ്ട് 5000 ഗലീല പട്ടണങ്ങളിൽ ബെത്സൈദയിൽ പോഷിപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ. തടിച്ചുകൂടിയിരിക്കുന്ന ജനത്തിന് ആഹാരം എവിടെ കൊടുക്കുമെന്ന് ഓർത്ത് ആശങ്കകുലരായി ഇസ്രായേലിലെ ശിഷ്യന്മാർ പകച്ചു നിൽക്കുമ്പോൾ യേശു പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ തലവര മാറ്റുന്ന ദൈവമാ. ഇന്ന് രാവിലെ ആരെങ്കിലും ഭൗതിക മണ്ഡലത്തിൽ വിഷമിച്ചിരിക്കുന്നുവെങ്കിൽ, ഹൗ ഐ ആം ഗോയിങ് ടു മീറ്റ് മൈ 2 ends, എന്റെ 2 അറ്റം എങ്ങനെ ഞാൻ കൂട്ടിമുട്ടിക്കും? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്റെ റീസോഴ്സുകളെല്ലാം അടഞ്ഞുകൊണ്ടേയിരിക്കുന്നു, വഴികളെല്ലാം അടഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭാരപ്പെടണ്ട. അല്ലെങ്കിൽ 5 അപ്പം കൊണ്ട് 5000 അതരത്തിൽ അല്ലെങ്കിൽ ആഹാരത്തിന്റെ തൃപ്തി വരുത്തുവാൻ കഴിവുള്ളവൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുന്നു, ഗലീലയുടെ തലവര മാറ്റുവൻ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയ്ക്കും ഇന്ന് പകൽ മാറ്റം വരുത്തും. വിശ്വസിക്കേ, ദൈവത്തിന്റെ മഹത്വം കാണട്ടെ. കുഷ്ഠരോഗികൾ ശുദ്ധമായില്ലേ? ഹല്ലേലൂയ. അശുദ്ധാത്മാക്കൾ ആട്ടിപ്പായിക്കപ്പെട്ടു. യേശുവിന്റെ ശുശ്രൂഷ ഗലീലയുടെ ഇരുട്ട് മാറ്റി. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവമക്കളെ, യേശുവിന്റെ കരസ്പർശനത്താൽ നമ്മുടെ ഇരുട്ട് മാറണം, നമ്മുടെ കുടുംബത്തിന്റെ ഇരുട്ട് മാറണം, തലമുറയുടെ മേലുള്ള അന്ധകാരം മാറണം, ദേശത്തിന്റെ ഇരുട്ട് മാറണം. ഹല്ലേലൂയ. നാം ഇപ്പോൾ കേട്ടതുപോലെ തന്നെ അമേരിക്കയുടെയും ലോക രാജ്യങ്ങളുടെയും ഒക്കെ മേൽ വ്യാപരിച്ചിരിക്കുന്ന ഈ മരണനിഴൽ, ഈ ഇരുട്ട് ആർക്കും ശ്വാസിക്കുവാൻ കഴിയാത്ത, ദാവീദിന്റെ ശക്തിക്കോ ശലോമോന്റെ ജ്ഞാനത്തിനോ ഹീരാമിന്റെ സമ്പത്തിനോ ഗലീലയുടെ ഇരുട്ട് പരിഹരിക്കുവാൻ കഴിയാതിരുന്ന പോലെ രാജ്യങ്ങളുടെ സൈന്യശക്തിക്കോ
രാജ്യതന്ത്രജ്ഞന്മാരുടെ ബുദ്ധിക്കോ രാജ്യത്തിന്റെ ട്രഷറികൾക്കോ സാമ്പത്തിക ശക്തിക്കോ പരിഹരിക്കാൻ കഴിയാത്ത ഈ ഇരുട്ടും ഈ മരണനിഴലും ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഓ രബാന ഹംദരേ ദൽക്കടകന വൈഷമന. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാവിലെ കർത്താവിനെ വാഴ്ത്തുകയാണ്. വേറെ ഒരു സീറ്റഡ് ഇന്ന് രാവിലെ ആത്മാവിൽ വിശ്വസിച്ചാട്ട് the outstretched arm of the Lord is going to change the destiny of this nation. ഹല്ലേലൂയ. ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ നീട്ടപ്പെട്ട കരത്താൽ യേശുവിന്റെ പാദസ്പർശനത്താൽ മരണ നിലവിളി ദേശത്തുനിന്ന് മാറട്ടെ. കൂട്ട നിലവിളികൾ മാറിപ്പോകട്ടെ. ദേശങ്ങളിൽ ആർക്കും ഒതുക്കുവാൻ കഴിയാതെ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഈ വൈറസിൽ നിന്ന് ലോകം വിടുവിക്കപ്പെടേണ്ടത് ഇരുട്ടിലിരിക്കുന്ന ജനം പ്രാർത്ഥിക്കൂ. എല്ലാവരും പ്രാർത്ഥിക്കൂ. I feel difference in this ministry. Hallelujah. Not like us, I'm preaching every Sunday, but this morning the Spirit of the Lord is encouraging me to pray over the nation. Everyone, those who are seated, hallelujah, you can pray together with me. Hallelujah. ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. The outstretched arm of the Lord is going to minister to the nation. Hallelujah. It's not because of the intellectual ability, it's not because of the financial resources, it's not because of the strength of the army, it's only because of the power of the Holy Spirit. The land is going to escape from the clutches of the death. Hallelujah. ഇന്ന് പകൽക്കാലം മരണത്തിന്റെ പിടിയിൽ നിന്ന് ദേശങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഗലീലയിലെ യേശുവിന്റെ ശുശ്രൂഷ, ഗലീലയുടെ ഇരുട്ട് മാറി, ഗലീലയുടെ തലവര മാറ്റി മറിച്ചു. ഒന്ന്, യേശുവിന്റെ ജനനമാണ് നമ്മുടെ തലവര മാറ്റുന്നത്. ഐ എം നോട്ട് worried about the name of the place. I'm so concerned about everyone, those who are listening this word this morning. ഇന്ന് രാവിലെ സ്ഥലത്തിന്റെ പേര് പറഞ്ഞ് ഞാൻ ആഘോഷിക്കുകയല്ല. നിങ്ങളുടെ തലവര മാറ്റുന്നത് യേശു ഉള്ളിൽ ജനിക്കുമ്പോൾ. രണ്ട്, നസറയത്തിൽ യേശു വളർന്നതുപോലെ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വളരുമ്പോൾ. മൂന്ന്, ഗലീല പട്ടണങ്ങളിൽ യേശു ശുശ്രൂഷിച്ച പോലെ എൻജോയ് ആൻഡ് എക്സ്പീരിയൻസ് ദ മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ത്രൂ ഔട്ട് യുവർ ലൈഫ്. ദാറ്റ് വിൽ ചേഞ്ച് യുവർ ഡെസ്റ്റിനി. യേശുവിന്റെ ശുശ്രൂഷ, വചനം നിങ്ങളുടെ അകത്ത് കയറണം. ഓരോ ദിവസവും കൺഫസ് ദ വേർഡ് ഓഫ് ഗോഡ്. വചനം ഏറ്റു പറഞ്ഞാട്ടെ. യേശുവിന്റെ വചനം, ജീവനുള്ള ദൈവത്തിന്റെ വചനം ഇന്ന് രാവിലെ നമ്മുടെ തലവരെയും മാറ്റിമറിക്കും. നാലാമത്, യേശു ക്രൂശിക്കപ്പെട്ട സ്ഥലമായ ഗോൽഗോത്ത. ഹല്ലേലൂയ. ഗോൽഗോത്ത നാലാമത്തെ സ്ഥലമാണ് യേശു തലവര മാറ്റിമറിച്ച നാലാമത്തെ സ്ഥലം. തലയോടിടം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അല്ലെ, സ്കൾ, ദ പ്ലേസ് ഓഫ് സ്കൾ. തലയോടിടം, തലയോടിന്റെ ആകൃതിയിലുള്ള വിരൂപമായ ഡേഞ്ചർ സൈൻ്റെ കൂട്ടൊക്കെയുള്ള ഒരു സ്ഥലമാണ് തലയോടിടം. നിലവിളിയുടെ നാടാണിത്. കുന്നാണ്, മരണത്തിന്റെ മലയാണ്, അനേകരുടെ രക്തം വീണ സ്ഥലമാണ് ഗോൽഗോത്ത. ശാപത്തിന്റെ കൊലക്കളമാണ്. അല്ലെ, ശിക്ഷാവിധികൾ നടത്തിക്കൊണ്ടിരുന്ന ക്രൂരമായ ശിക്ഷാവിധിയായ, അന്ത്യശിക്ഷാവിധിയായ ക്രൂശീകരണം എന്ന ഏറ്റവും ഉന്നതമായ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആ കാലങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്ന കുറ്റവാളികൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന സ്ഥലമാണ് ഗോൽഗോത്ത കുന്ന്. എത്രയെത്ര നിഷ്ഠൂരന്മാർ, കുലപാതകന്മാർ, രാജ്യദ്രോഹികൾ ഇവിടെ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടെന്നറിയാമോ? എത്രയെത്ര അമ്മ പെങ്ങന്മാരുടെ, സഹോദരിമാരുടെ, ഭാര്യമാരുടെ, മക്കളുടെ നിലവിളി, അവരുടെ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാരെ ഓർത്ത്, മക്കളെ ഓർത്ത് ഹല്ലേലൂയ അതിഘോരമായി മുഴങ്ങിയ ഒരു സ്ഥലമാണ്, കണ്ണുനീരൊഴുകിയ സ്ഥലമാണ് ഗോൽഗോത്തയുടെ ചുവട്. ശാപവാക്കുകൾ, മരണസമയത്ത് ആക്രോശിച്ചും അധിക്ഷേപിച്ചും തന്നെത്താൻ ശപിച്ചും പഴി പറഞ്ഞും തലമുടി പിച്ചിപ്പറിച്ചും മരണം നൃത്തം ചെയ്യുന്ന സ്ഥലമായിരുന്നു ഗോൽഗോത്ത കുന്ന്. എന്നാൽ ഹല്ലേലൂയ 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രതീക്ഷയില്ലാതിരുന്ന, ശാപമായിരുന്ന, നിന്നയായിരുന്ന ഗോൽഗോത്ത എന്ന തലയോടിടമെന്ന ആ കുന്നിന്റെ മുകളിൽ എൻ്റെ യേശു ഹല്ലേലൂയ 33 തിരുവയസ്സിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഹല്ലേലൂയ 10 അടി നീളവും 5 അടി വീതിയുമുള്ള ഒരു പച്ച പൈൻമരക്കുരിശിൽ 3 ആണികളിൽ തൂങ്ങപ്പെട്ടവനായി, തലയിൽ മുൾക്കിരീടം വെച്ച് കണ്ണുകെട്ടി തല്ലിയവനായി, ഹല്ലേലൂയ മുഖത്തെ രോമമെല്ലാം പിച്ചിപ്പറിക്കപ്പെട്ട് കയ്പ് കാടി കുടിച്ചവനായി, മുഖമെല്ലാം അടികയർത്ത് വീർത്തവനായി, ശരീരത്തിലെ മാംസമെല്ലാം അടർന്നു മാറി, അസ്ഥികളെല്ലാം ബന്ധം വിട്ട്, അസ്ഥികളെല്ലാം എണ്ണാവുന്ന രീതിയിൽ അടിമുതൽ മുടിവരെയും ഒരുപോലെ അടിയേറ്റവനായി, അർത്ഥനഗ്നനായി, 3 ആണികളിൽ ഹല്ലേലൂയ റീബാന ഹത്തുരാധകന തൂങ്ങപ്പെട്ട് കിടക്കുമ്പോൾ, സ്തോത്രം, ഗോൽഗോത്ത കുന്ന് ദൈവത്തിന്റെ ബലിപീഠമായി മാറി. മാനവജാതിയുടെ പാപം ശിരസിലേറ്റി ഹല്ലേലൂയ ഗോൽഗോത്ത കുന്ന് പരമയാഗപീഠമായി ഗോൽഗോത്ത മാറി.
ഗോൽഗോത്തയുടെ ശാപം മാറി, ഗോൽഗോത്തയുടെ നിന്ദ മാറി, ഗോൽഗോത്തയുടെ മേൽ ഉണ്ടായിരുന്ന തലവര ദൈവം മാറ്റിമറിച്ചു. ലോകത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ട് ദൈവത്തിന്റെ കുഞ്ഞാട് കാൽവറി കുന്നിൽ ബലിയായി തീർന്നു, ദൈവത്തിന്റെ സൗരഭ്യ വാസനയായി തീർന്നു. ഹല്ലേലൂയ. അർത്ഥാലലിയ നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ച സ്ഥലമാണ് ഗോൽഗോത്ത. ദൈവത്തിന്റെ നീതിയായ പാപം ചെയ്യുന്നവൻ മരിക്കണം നിശ്ചയം, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. പാപത്തിന്റെ ശിക്ഷ മരണം, പാപത്തിന്റെ ശമ്പളം മരണം. നീക്കമില്ലാത്ത ദൈവത്തിന്റെ വിധി അവിടെ എഴുതിയിരിക്കുമ്പോൾ ഞാൻ തൂങ്ങേണ്ട സ്ഥാനത്ത്, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് പകരമായി ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ സ്നേഹം യേശുവിന്റെ രൂപത്തിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. യേശുവിന്റെ പാപം തലയിൽ ചുമന്നു. സ്തോത്രം. തന്റെ തലയിൽ ചുമന്നു. ഹല്ലേലൂയ. പാപമറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്തവൻ നമുക്ക് പകരമായി മാറ്റം മാറി മറിഞ്ഞപ്പോൾ ഗോൽഗോത്തയുടെ തലവേദി മാറി. ക്രൂശിൽ എന്റെ പാപം മാറ്റിമറിച്ചു. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. The death of Jesus Christ changed my destiny. യേശുവിന്റെ മരണം എന്റെ ഗതി മാറ്റിമറിച്ചു. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തെന്നെ സ്വർഗകാനാൻ നാട്ടിലാക്കുവാൻ. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തെന്നെ സ്വർഗകാനാൻ നാട്ടിലാക്കുവാൻ. പാപം മാറി ശാപം നീങ്ങി മൃത്യുവിന്മേൽ ജയമേകി. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി. വേഗം വാരാം എന്നുരച്ചിട്ടാമയം തീർത്താശ നൽകി. വേഗം വാരാം എന്നുരച്ചിട്ടാമയം തീർത്താശ നൽകി. എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. അതേ ദൈവമക്കളെ, ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി ഹല്ലേലൂയ വീണ്ടെടുത്തെന്നെ സ്വർഗ കനാൻ നാട്ടിലാകുവാൻ. എന്ത് ഗുണമുണ്ടായി? പാപം നീങ്ങി, ശാപം മാറി, മരണഭീതി മാറിക്കിട്ടി. ഗോൽഗോത്ത കുന്ന് ദൈവസ്നേഹത്തിന്റെ വിളനിലമായി മാറി. ഗോൽഗോത്ത കുന്ന് അനുഗ്രഹത്തിന്റെ സ്ഥലമായി മാറി. അവിടെയല്ലേ ഹല്ലേലൂയ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട, അനുദപിച്ച ഒരു ദുഷ്പ്രവർത്തിക്കാരൻ, ഒരു കള്ളൻ, അവനോട് ഒരു നിമിഷം പോലും മാറ്റിവെക്കാതെ യേശു കൊടുത്ത ദൂത്, ടുഡേ യു ഷാൽ വിത്ത് മീ ഇൻ പാരഡൈസ്. ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും, നാളത്തേക്കല്ല. അതെ, കാൽവറിക്കുന്ന് മരണത്തിന്റെ കുന്നായിരുന്നു, അത് ജീവന്റെ കുന്നായി മാറി. കാൽവറി മല ഹല്ലേലൂയ ശാപത്തിന്റെ മലയായി മാറി, അത് അനുഗ്രഹ പൂർത്തിയായി മാറി. പാതാളത്തിന്റെ വല്ലി ശാപം പേറിയത് സ്വർഗ പറുദീസയുടെ അനുഗ്രഹം വിളിച്ചിറക്കുന്ന സ്ഥലമായി കാൽവറി മാറി. ഗോൽഗോത്തയുടെ തലവര മാറ്റിയ യേശുവിന്റെ മരണം. ഹല്ലേലൂയ. എന്റെയും തലവര മാറ്റി, അതെ നിങ്ങളുടെ ഗതിവിഗതികളെ മാറ്റുന്ന ദൈവം, the God who change your history and your destiny. നിങ്ങളുടെ പഴയ ചരിത്രത്തെയും, എൻ്റെ പഴയ ചരിത്രം, ദൈവത്തോട് ഒരു ബന്ധവുമില്ലാതിരുന്ന, ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലായിരുന്ന, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യനായിരുന്ന, ഈ ലോകത്തിൽ ഏതുമില്ലാതിരുന്ന, പാപിയായിരുന്ന, മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എന്നെ വീണ്ടെടുത്തന്നെ സ്വർഗ കനാൻ നാട്ടിലാക്കുവാൻ യേശു മരിച്ച സ്ഥലം ഗോൽഗോത്ത, അതിന്റെ തലവര മാറിയതുപോലെ ഇന്ന് പകൽക്കാലവും നമ്മുടെ ചരിത്രവും സ്വർഗം തിരുത്തി എഴുതും. നമുക്കുമുണ്ടാകും ശാപമോക്ഷം. മാന്യ സ്നേഹിത, യേശുവിന്റെ ക്രൂശ് മരണത്തെ ധ്യാനിക്കും. ഇന്ന് നമുക്ക് ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവിന്റെ തിരുമേശയിൽ നിന്ന് പങ്കെടുക്കുവാനോ, അങ്ങനെ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിപ്പാനോ സമയമില്ലെങ്കിലും ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് ക്രൂശിനെ ധ്യാനിച്ചോണം. മറന്നു പോകല്ലേ. ഓൾവേസ് മെഡിറ്റേറ്റ് അപ്പോൺ ദ ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ ക്രൂശിനെ ധ്യാനിച്ചാട്ട് അവൻ സഹിച്ച പങ്കപ്പാടുകളെ, എനിക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്, എനിക്ക് വേണ്ടിയാണ് യേശു കഷ്ടം സഹിച്ചത്, എനിക്ക് വേണ്ടിയാണ് യേശു നിന്നയേറ്റത്, എനിക്ക് വേണ്ടിയാണ് യേശു തകർന്നത് എന്ന് ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയണം. ഇത് മറന്നു പോകല്ലേ. സ്തോത്രം. 4 ഹല്ലേലൂയ. 1, യേശു ജനിച്ച സ്ഥലത്തിന്റെ തലവര ഹല്ലേലൂയ യേശു മാറ്റിമറിച്ചു, ബേത്ലഹേമിൽ. 2, യേശുവിന്റെ വളർച്ച നസറയത്തിന്റെ തലഗതി മാറ്റിമറിച്ചു. 3, യേശുവിന്റെ മിനിസ്ട്രി ഗലീലയുടെ ഇരുട്ട് മാറ്റി. 4, യേശുവിന്റെ മരണം ഗോൽഗോത്തയുടെ തലവര മാറ്റിമറിച്ചു, ഗതി മാറ്റിമറിച്ചു. 5-ാമത്തെ സ്ഥലം ബഥാനിയാണ്. യേശു
പുനരുത്ഥാനം ചെയ്ത യേശു സ്വർഗാരോഹണം ചെയ്ത സ്ഥലമാണ് ബെഥാനിയ. സ്തോത്രം. ബെഥാനിയ എന്ന വാക്കിന്റെ അർത്ഥം ഹൗസ് ഓഫ് അൺറൈപ്ഡ് ഫിഗ്സ്, മൂക്കാത്ത അത്തിപ്പഴത്തിന്റെ സ്ഥലമെന്നാണ്. മൂത്തുവരും കായാവരും, പക്ഷെ പഴുക്കേണ്ട സമയം എത്തുമ്പോൾ കൊഴിഞ്ഞു പോകുന്നു. കാറ്റടിച്ചോ പുഴുകുത്തിയോ ക്ഷുദ്രജീവികളുടെ ശല്യം കൊണ്ടോ നാമും വളർത്തുന്ന കൃഷികളൊക്കെ പൊഴിഞ്ഞു പോകുന്ന കാണുമ്പോൾ ബെഥാനി ഓർമ്മ വരുന്നു. ദ ഹൗസ് ഓഫ് അൺറൈപ്ഡ് ഫിഗ്സ്, മൂക്കാത്ത അത്തിപ്പഴത്തിന്റെ സ്ഥലമാണ് ബെഥാനി. വിശുദ്ധ തിരുവഴുത്തിലെ ബെഥാനിയിലെ സംഭവങ്ങൾ എടുത്താൽ ഈ അർത്ഥം അല്ലെങ്കിൽ സത്യമാണെന്ന് നമുക്ക് ബോധ്യം വരും. പലതും അല്ലെങ്കിൽ പാകമെത്തിയപ്പോൾ കൊഴിഞ്ഞു പോയത് പല ചരിത്രങ്ങളിലും ബെഥാനിയുമായി ചേർത്ത് പഠിക്കാൻ പറ്റും. 3 കാര്യങ്ങൾ പറയാം. ഒന്ന്, ബെഥാനിയ ഒന്നാമത്തെ സംഭവം മത്തായി 21 അധ്യായത്തിന്റെ 1 മുതലാണ്. ബെഥാനിയയിലെ കെട്ടപ്പെട്ട കഴുത. സ്തോത്രം. ഒരു കഴുതയും കുട്ടിയും കെട്ടപ്പെട്ട് കിടക്കുകയാണ്. യെരുശലേം എന്ന നഗരം സ്വപ്നം പോലും കാണുവാൻ യോഗ്യതയില്ലാത്ത ശാപം പേറി നടക്കുന്ന കഴുത. കഴുതയുടെ കടിഞ്ഞൂലിനെ കഴുത്തൊടിച്ചു കൊല്ലണം. കൂടെ നടക്കുന്ന കുട്ടി, കഴുതയുടെ കുട്ടി, കഴുത്തൊടിക്കുവാൻ വിധിക്കപ്പെട്ട കുട്ടിയായിരുന്നു. അതിനെ കുറ്റിയോട് ചേർത്ത് കെട്ടിക്കിടക്കുകയാണ്. യെരുശലേം എന്ന ദേവാലയം, യെരുശലേം എന്ന ഈ ആരാധന, യെരുശലേമിലെ ഉത്സവങ്ങൾ, യെരുശലേമിലെ കുളങ്ങൾ, യെരുശലേമിലെ നന്മകളൊക്കെ സ്വപ്നം മാത്രം കാണുവാൻ വിധിക്കപ്പെട്ട ന്യായപ്രമാണത്തിന്റെ ശാപം പേറി നടക്കുന്ന കഴുതയും അതിന്റെ കുട്ടിയും. അല്ലെങ്കിൽ ആരാധന മൂക്കാത്ത, ആരാധന പാകമെത്താത്ത, ആരാധനയുടെ ആത്മസന്തോഷത്തിന്റെ പൂർണ്ണതയിലെത്താത്ത ഈ കെട്ടപ്പെട്ട കഴുത. പക്ഷെ അന്ന് പകൽക്കാലം യേശു തന്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി ആ കഴുതയും കുട്ടിയെയും അഴിച്ചോണ്ട് വാ. ആരെങ്കിലും ചോദിക്കും, എന്തിനാ ഇതിനെ അഴിക്കുന്നതെന്ന്. ദൈവമക്കളെ, നിന്റെ ആരാധനയ്ക്ക് കെട്ടിട്ട്, നിന്റെ ആത്മീയത്തിന് വിലങ്ങിട്ട്, നിന്റെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമിട്ട് വരവരച്ചിട്ട് ഇതിനപ്പുറത്ത് പോകരുതെന്ന് പറയുമ്പോൾ ഇന്ന് പകൽക്കാലം സ്വർഗം തന്റെ വചനമയച്ച് ചിലതിന്റെ പാരമ്പര്യക്കെട്ടിനെ അഴിക്കുന്ന പകലായി മാറട്ടെ. നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ലാതെ, നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ദൈവിക ആരാധനയുടെ സ്വർഗീയ യെരുശലേമിന്റെ ഉത്സവങ്ങളുടെ വെളിപ്പാടില്ലാതെ പാരമ്പര്യത്തിന്റെയോ ശാപത്തിന്റെയോ അന്ധകാരത്തിന്റെയോ കെട്ടിൽ, വിഗ്രഹ ആരാധനയുടെ കെട്ടിൽ കിടക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ദൈവം തന്റെ വചനമയച്ച് ആ കഴുതയെയും കുട്ടിയെയും അഴിച്ചതുപോലെ ചിലതിന്റെ പാരമ്പര്യത്തിന്റെ കെട്ട് ഇന്ന് പകൽ അഴിച്ചു മാറ്റട്ടെ. ഹല്ലേലൂയ. ആരെങ്കിലുമൊക്കെ ചോദിക്കും, എന്തിനാ അഴിക്കുന്നത്? കാരണം we don't want to see that the donkey and the child is walking freely or walking in the freedom. സ്വാതന്ത്ര്യത്തോടെ ഈ കഴുതയും കുട്ടിയും നടക്കുന്നത് എനിക്ക് കാണണ്ട എന്ന് പലരും പറഞ്ഞേക്കാം. പക്ഷെ ഒരു മറുപടി പറഞ്ഞേക്കണം. ഹല്ലേലൂയ. ജീസസ് ഈസ് ഇൻ നീഡ് ഓഫ് ദം. യേശുവിന് അവയെ ആവശ്യമുണ്ട്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരുന്നു കൊണ്ടൊന്ന് പ്രവചിക്കാൻ പറ്റുമോ? നിന്റെ മാതാവിനെ നോക്കി, പിതാവിനെ നോക്കി, നിന്റെ സഹോദരനെ നോക്കി, സഹോദരിയെ നോക്കി, രക്ഷിക്കപ്പെടാത്ത നിന്റെ സുഹൃത്തിനെ നോക്കി ഇന്ന് പകൽ പ്രവചിച്ചാട്ട്, യേശുവിന് ഇതിനെ ആവശ്യമുണ്ടെന്ന് എത്ര പേര് ആത്മാവിൽ പറയും? ആ കെട്ടിപ്പോൾ അഴിഞ്ഞു മാറട്ടെ. മൂക്കാത്ത അത്തിപ്പഴത്തിന്റെ നാട്ടിലെ ബെഥാനിയയിൽ കെട്ടപ്പെട്ട് കിടന്ന കഴുതയെയും കുട്ടിയെയും യേശു വാഹനമേറുന്ന വാഹന മൃഗമായി മാറി യെരുശലേമിന്റെ തെരുവീതിയിലൂടെ ആഘോഷത്തോടെ കൊണ്ടുപോയെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ ചാർച്ചക്കാരിൽ ചിലത് യേശുവിനെ വഹിച്ച് ആരാധനയ്ക്ക് വരുന്നത് കണ്ട് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. യേശു പാരമ്പര്യത്തിന്റെ കെട്ടഴിക്കും ബെഥാനിയുടെ. രണ്ടാമത് യേശുവിന്റെ ശുശ്രൂഷ ബെഥാനിയയിലെ മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായം 3 വാക്യമാണ്. മാർക്ക് ചാപ്റ്റർ 14:3. ബെഥാനിയയിലെ കുഷ്ഠരോഗിയായ ഒരു ശീമോൻ, ഈ ലെപ്പറായിരുന്നു, കുഷ്ഠരോഗിയായിരുന്നു. പരസ്യമായി ആരും വീട്ടിൽ പോകത്തില്ല, പള്ളിയിൽ പോകാൻ കഴിയത്തില്ല, ന്യായപ്രമാണം അനുസരിച്ച് ശുദ്ധീകരണമില്ല അവന്. പക്ഷേ യേശു അവന്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയത്. ഹല്ലേലൂയ. മൂക്കാത്ത ശാരീരിക അവസ്ഥകൾ. ആരോഗ്യമുണ്ട്, പരാക്രമശാലിയാണ് നയമോനെ പോലെ, പക്ഷെ കുഷ്ഠരോഗിയല്ലേ. ശീമോൻ എന്ന കുഷ്ഠരോഗിയുടെ വീട്ടിൽ പരീശന്മാർ, ശാസ്ത്രിമാർ ആരും കയറാത്തിടത്ത്, പള്ളിക്കാർ തിരിഞ്ഞു നോക്കാത്തിടത്ത് യേശു ആ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. ദാറ്റ് ചേഞ്ച്ഡ് ഹിസ് ഡെസ്റ്റിനി. ഒരു സ്ത്രീ ആ വീട്ടിൽ കടന്നു വന്നു. സ്വച്ഛ ജഡമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് യേശുവിന്റെ തലയിലും കാൽക്കിലും ഒഴിക്കുമ്പോൾ ആ കുഷ്ഠരോഗിയുടെ വീട് സൗരഭ്യം കൊണ്ട് നിറഞ്ഞു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ബെഥാനിയയിലെ ശാപമായിരുന്ന കുഷ്ഠരോഗത്തിന്റെ മേൽ യേശുവിന്റെ സൗരഭ്യം ഇന്ന് പകൽക്കാലം ഒഴുകുമാറാകട്ടെ. ഗിലെയാദിലെ സുഗന്ധ തൈലം ഇന്ന് പകൽക്കാലം ആരുടെയൊക്കെ ശരീരത്തിൽ വീഴുന്നത് എനിക്ക് ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ആത്മാവിൽ കാണാം. ഗിലെയാദിലെ സുഗന്ധ തൈലം ആരുടെയൊക്കെ മുറിവിൽ കെട്ടുകയാണ്. ഇന്ന് പകൽ ആരുടെയൊക്കെ മുറിവിലേക്ക് എണ്ണയും വീഞ്ഞും പകരുന്നു. സൗരഭ്യമുള്ള യേശുവിന്റെ തൈലം ഇന്ന് പകൽക്കാലം ചിലതിന്റെ ശരീരത്തിന്റെ നിലവാരം മാറ്റട്ടെ.
ബെഥാനിയുടെ തലവര മാറ്റുന്ന യേശു. 3, യോഹന്നാൻ 11-ാം അധ്യായത്തിൽ കാണുന്ന യൗവനത്തിൽ മൺമറഞ്ഞു പോയ ലാസർ, മൂക്കാത്ത ആയുസ്. ഹല്ലേലൂയ. കാലത്തിന് മുമ്പേ കാലഹരണപ്പെട്ടു പോകുന്ന, കാലത്തിന് മുമ്പേ കല്ലറയിലേക്ക് കൊണ്ടുപോകുന്ന യൗവനക്കാർ, ഹല്ലേലൂയ, ബന്ധനത്തിലായി പോകുന്ന യൗവനക്കാർ കയ്യും കാലും മുഖവും കെട്ടി നിർജീവത്വം വ്യാപരിച്ച് കല്ലറയ്ക്കകത്തേക്ക് എടുക്കുന്നു. സഹോദരിമാർ നിലവിളിക്കുന്നു, ദേശം കരയുന്നു. ഹല്ലേലൂയ. ആയുസ് അറ്റുപോകുന്ന യൗവനക്കാർ. യേശു ലാസറിനെ ഉയർപ്പിച്ചു. അവിടെ പറഞ്ഞൊരു പദമുണ്ട്, കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ. അതെ, കഴുതിയുടെ കെട്ടഴിച്ച, ശീമോന്റെ രോഗബന്ധനം അഴിച്ച, സ്തോത്രം ഹല്ലേലൂയ, ബെഥാനിയിലെ ലാസറിനെ മരണത്തിന്റെ കെട്ടഴിച്ച യേശു ബെഥാനിയുടെ ചരിത്രം തിരുത്തി കുറിച്ചു. ഒടുവിൽ നമ്മുടെ ചിന്ത അതാണ്, ഉയർത്തെഴുന്നേറ്റ യേശു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം, തന്റെ ശിഷ്യന്മാരെ ഹല്ലേലൂയ ഉയർപ്പിന് ശേഷം 40 ദിവസം കഴിഞ്ഞിട്ട് ബെഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി. ലൂക്കോസ് 24-ാം അധ്യായം 50-ാം വാക്യം. ബെഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി അവരെ കരമുയർത്തി അനുഗ്രഹിച്ചിട്ട് അവരുടെ തലയ്ക്ക് മുകളിൽ സ്വർഗം തുറന്ന് യേശു സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. മൂക്കാത്ത അത്തിപ്പഴത്തിന്റെ നാടായ ബെഥാനിയ, രോഗത്തിന്റെ കെടുതികൾ വ്യാപരിച്ച ബെഥാനിയ, ശാപം വ്യാപരിച്ച ബെഥാനിയ തുറന്ന സ്വർഗത്തിന്റെ നാടായി മാറി. ദ ഹെവൻ ഓപ്പൺ ഓവർ ബെഥാനി. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ആത്മാവിൽ ദൂത് പറയുന്നു, നിന്റെ നിരാശയുടെ മുകളിൽ സ്വർഗം തുറക്കട്ടെ. ഹല്ലേലൂയ. ബെഥാനിയുടെ മുകളിൽ സ്വർഗം തുറന്നു, പ്രത്യാശയുടെ കവാടം തുറന്നു. അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്നു, വെള്ളവസ്ത്രം ധരിച്ച ദൂതന്മാർ ഇറങ്ങി വന്നു. ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരോട് ചോദിക്കുന്നു, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു യേശുവിനെ അവൻ ആകാശത്തിലേക്ക് കരേറി പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും മടങ്ങി വരും. കടൽക്കരയിൽ നിന്നും വിളിച്ചു കൂടെ കൊണ്ട് നടന്ന മുക്കുവന്മാരായ ശിഷ്യന്മാർ, ചുങ്കം പിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ബെത്സയിദക്കാര്, ഹല്ലേലൂയ, ഓരോ ശിഷ്യന്മാർ സാധാരണക്കാരാ, പക്ഷെ അവരുടെ ഉള്ളിലേക്ക് പ്രത്യാശ നിറഞ്ഞു. അവരുടെ കൺകുളിർക്കെ കണ്ടു യേശു പോയ വഴി. ദൂതന്മാർ പറഞ്ഞു, അവൻ തിരികെ വരും. മേഘങ്ങളെ തേരാക്കിക്കൊണ്ട് ഈ ദിവസങ്ങളൊന്നിൽ യേശു മടങ്ങി വരും. ബെഥാനിയുടെ ഗതിവിഗതി മാറ്റിയത് യേശു സ്വർഗാരോഹണം ചെയ്ത സ്ഥലമാ. ശിഷ്യന്മാർ പ്രത്യാശ കൊണ്ട് നിറഞ്ഞു. ഹല്ലേലൂയ. അവരുടെ ചിന്താഗതിക്ക് മാറ്റമുണ്ടായി. മുൻപ് ഹല്ലേലൂയ ഞങ്ങളിൽ ആരാ വലിയവർ എന്ന് പരസ്പരം ചോദിച്ച ശിഷ്യന്മാർ സൗമ്യതയുള്ളവരായി, വിനയമുള്ളവരായി മാറി. ഹല്ലേലൂയ. ഗുരു, നിന്റെ ഇടത്തും വലത്തും ഇരിക്കണമെന്ന് പിടിവാശി പിടിച്ചവർ, അവർക്ക് ഇരിപ്പിടമൊന്നും വിഷയമല്ല. യേശുവിന്റെ വരവ് അവരുടെ സ്വത്തായി മാറി. അവരുടെ ലേഖനങ്ങളിലും അവരുടെ എഴുത്തുകളിലും പ്രസംഗത്തിലും ആ പ്രത്യാശ ആവേശം കൊണ്ട് നിറഞ്ഞു. അക്കരെ നാടിനെക്കുറിച്ചുള്ള സ്വപ്നം, 1000 വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു മടങ്ങി വരുന്നുവെന്ന് പത്രോസിന്റെ ലേഖനത്തില്, മത്തായി, മർക്കോസ്, ലൂക്കോസ് എല്ലാവരും എഴുതാൻ തുടങ്ങി. പൗലോസ് എഴുതാൻ തുടങ്ങി, യേശു മടങ്ങി വരും. ഇഹലോക ജീവിതത്തിലെ പാഴ്മരുഭൂമിയിലെ ക്ലേശങ്ങൾ തീരാറായി. അക്കരെ നാട് അവരുടെ സ്വപ്നമായി മാറി. കല്ലറയ്ക്കപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് അവർക്ക് ആവേശം കൊള്ളുവാൻ ഇടയായി തീർന്നു. അത് അവരുടെ സന്തോഷമായി മാറി. ദൈവമക്കളെ, ഈ പ്രത്യാശ നിമിത്തമാണ് അവർ ജീവൻ വെച്ചു കൊടുത്തത്. അതുകൊണ്ടല്ലേ പൗലോസ് അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ, നിന്നുകൊണ്ട് ധൈര്യത്തോടെ പറയുന്നത്, ഈ പ്രത്യാശ നിമിത്തമാണ് ഞാൻ ചങ്ങല വഹിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ എന്നെയും നിങ്ങളെയും ആവേശം കൊള്ളിക്കുന്നത് ബെഥാനിയുടെ തലവര മാറ്റിയ യേശു പ്രത്യാശ കൊണ്ട് നിറച്ചു. The great hope, the glorious hope, the living hope. ഇന്ന് പകൽക്കാലം ഇഹത്തിലെ ചിന്തകൾ പരത്തിലെ ചിന്തകൾക്ക് വഴിമാറാകട്ടെ. അതുകൊണ്ട് പൗലോസ് എഴുതി, അതുകൊണ്ട് പ്രിയമുള്ളവരെ, 1 തെസ്സലോനിക്കർ 4:13 മുതൽ, അതുകൊണ്ട് നിങ്ങൾ ഹല്ലേലൂയ ജാതികളെ പോലെ, മറ്റുള്ളവരെ പോലെ, പ്രത്യാശയില്ലാത്തവരെ പോലെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. ഹല്ലേലൂയ. നമുക്കൊരു ജീവനുള്ള പ്രത്യാശ. വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകുകയാണ്. നമുക്കൊരു ജീവനുള്ള പ്രത്യാശയുണ്ട്. നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടായത് നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. 70 ഏറെയായാൽ 80 വർഷം കൊണ്ട് തീരുന്ന ആയുസല്ല നമ്മുടെ സ്വപ്നം. അല്ല, അന്തമില്ലാത്ത യുഗായുഗം യേശുവിനോട് കൂടെ ജീവിക്കാൻ പറ്റും. നമ്മുടെ തലവര മാറ്റുന്ന കർത്താവ്. 1, യേശുവിന്റെ ജനനം നമ്മുടെ തലവര മാറ്റി. സ്തോത്രമല്ലിയ. 2, യേശുവിന്റെ വളർച്ച നമ്മുടെ തലവര മാറ്റും. 3, യേശുവിന്റെ മിനിസ്ട്രി, ശുശ്രൂഷ നമ്മുടെ തലവര മാറ്റും. 4, യേശുവിന്റെ മരണം, ക്രൂശ് നമ്മുടെ തലവര മാറ്റി. 5, ഹല്ലേലൂയ, യേശു സ്വർഗാരോഹണം ചെയ്തെന്ന ജീവനുള്ള പ്രത്യാശ
നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ തലവര മാറ്റുന്ന ദൈവം റീബാന ഹത്തുനാഥ എല്ലാ കണ്ണുകളും അടയ്ക്കാം. നാം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ സമർപ്പിച്ചാൽ, ബേഥലഹേമിന്റെ ചരിത്രം മാറ്റിയ യേശു, നസറേത്തിന്റെ ശാപം മാറ്റിയ യേശു, ഗലീലയുടെ ഇരുട്ട് മാറ്റിയ യേശു, ഗോൽഗോത്തയുടെ പേരിന് അർത്ഥമുണ്ടാക്കിയ യേശു, ബെഥാനിയുടെ ശാപം കെട്ടുമാറ്റിയ യേശു ഇന്ന് പകൽക്കാലം നമ്മുടെയും ഗതി മാറ്റട്ടെ. ഒരു ജീവനുള്ള പ്രത്യാശയ്ക്കായി ഇന്ന് പകൽക്കാലം എത്ര പേര് സമർപ്പിക്കും? ഹല്ലേലൂയ. നിലനിൽക്കുന്ന ഒരു പ്രത്യാശ. ഈ കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഒരു നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ സങ്കടങ്ങളൊക്കെ നിത്യ തേജസ്സിന്റെ അനവധി ഘനത്തിന്റെ മുഖാന്തരമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇന്ന് കാണുന്ന ദുഃഖങ്ങൾ, ക്ലേശങ്ങൾ മാറിപ്പോകും. ഭക്തന്മാർ ഇങ്ങനെ പറഞ്ഞു, അല്പകാലമേ ഉള്ളൂ ഈ ഭൂമിയിലെ വാസം. എത്ര പേർക്ക് വിളിച്ചു പറയാൻ പറ്റും? മോശ പറഞ്ഞു, ദൈവമേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടാക്കിയതിനും ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമായിരിക്കുന്നു. ഞങ്ങളുടെ ഒരു അവസാനമുണ്ട്. നീ മർത്യനെ ഹല്ലേലൂയ പൊടിയിലേക്ക് തിരികെ ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവീനെന്ന് അരുളി ചെയ്യുന്നു. ആ വിളി കേൾക്കുമ്പോൾ മണ്ണാകുന്ന മായ വിട്ട് നാം മടങ്ങിപ്പോകേണ്ടവരാ. കല്ലറയിൽ ഇരിക്കുന്നവർ മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കും, കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ട് മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ കർത്താവിനെ എതിരേൽപ്പാൻ കടന്നു പോകും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കാതുകൾ കൂർപ്പിച്ചാട്ട്, കാലത്തിന്റെ കോലാഹലം കേട്ടുകൊണ്ട് നിങ്ങളുടെ കാതുകൾ മയങ്ങിപ്പോകരുത്. ഈ കണ്ണഞ്ചിപ്പിക്കുന്ന വിഷയങ്ങൾ കണ്ട് നിങ്ങളുടെ കണ്ണ് മങ്ങിപ്പോകരുത്. നിലനിൽക്കുന്ന നിത്യതയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടോടെ ഇന്ന് പകൽക്കാലം ജീവിക്കണം. ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ തലവര മാറ്റിയത്, അവരുടെ പ്രത്യാശ കൊണ്ട് നിറഞ്ഞത് ബെഥാനിയിൽ അവർ കണ്ട കാഴ്ചയാണ്. ആകാശങ്ങളെ തേരാക്കിക്കൊണ്ട് യേശു നടന്നുപോയ കാഴ്ച. ആ യേശു വീണ്ടും മടങ്ങി വരും. ഈ ദിവസങ്ങളിൽ യേശു വരും. നാം പാടാൻ പോവുകയാണ് ഒരുമിച്ച്. എല്ലാവരും പാടണം. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്. എൻ പ്രയാണകാലം 4 വിരൽ നീളം, ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരും. ഹല്ലേലൂയ. വിണ്ണല്ലിയ ആ ഭാഗ്യ പദവിക്കായി ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാമല്ലോ. എല്ലാവരും ഹല്ലേലൂയ ആത്മശക്തിയോടെ പാടിയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്. എന്റെ